നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോങ് ടൈമിലേക്ക് നമുക്ക് ക്രിപ്റ്റോ കറൻസിയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഒരുപക്ഷേ നമുക്ക് ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും വളരെ അനായാസമായിട്ട് ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല റിട്ടേൺ അച്ചീവ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഫീൽഡാണ് ക്രിപ്റ്റോ കറൻസി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ക്രിപ്റ്റോ കറൻസിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രിപ്റ്റോ കറൻസിയിലേക്ക് പോകുമ്പോൾ അവിടെ ഇതുവരെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടാൻ സാധ്യതകൾ ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകാവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻഡെക്സ് ആയ നിഫ്റ്റിയുടെ റിട്ടേൺ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയിൽ ഏറ്റവും വലിയ ഒരു കോയിനായ ബിറ്റ് കോയിൻ്റെ ചാർട്ട് ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ നമുക്ക് ഓൾ ടൈം ഹൈ നമുക്ക് 2000 തൊട്ട് 2024 വരെയുള്ള റിട്ടേൺ എന്ന് പറഞ്ഞാൽ 2547% ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതേസമയം നമുക്ക് ബിറ്റ് കോയിനിൽ കാണാൻ സാധിക്കുന്നത് ഏകദേശം 2016 കാലഘട്ടം തൊട്ട് 2024 വരെ നമുക്ക് 27,200% റിട്ടേൺ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു ഫീമൻ റിട്ടേൺ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അമേസിങ് റിട്ടേൺ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പോലെ തന്നെ നല്ല രീതിയിലൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു മാർക്കറ്റാണ് ക്രിപ്റ്റോ കറൻസി വേൾഡ്. നമുക്കിനി മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് നിഫ്റ്റിയുടെ 5 ഇയർ ചാർട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് 92% നമുക്ക് 5 വർഷം നിഫ്റ്റി തന്നത്. അതേസമയം നമുക്ക് ക്രിപ്റ്റോ കറൻസിയിലെ ബിറ്റ് കോയിൻ എത്രയാണ് തന്നിരിക്കുന്നത്? 1524%. അമേസിങ്. ഓക്കെ, ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും വീണ്ടും നമുക്ക് 1 ഇയർ നോക്കുവാണെങ്കിൽ നമുക്ക് 10% നിഫ്റ്റി തന്നിരുന്നെങ്കിൽ നമുക്ക് ബിറ്റ് കോയിൻ എത്രയാണ്? 126%. അപ്പോൾ നമ്മൾ ബിറ്റ് കോയിൻ എന്തുകൊണ്ടാണ് എടുത്തത്? ക്രിപ്റ്റോ കറൻസിയിൽ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപിറ്റലോട് കൂടി നിൽക്കുന്ന ഒരു കോയിനാണ് ബിറ്റ് കോയിൻ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ മാർക്കറ്റ് ക്യാപിറ്റലോട് കൂടി നിൽക്കുന്ന ഒരു കോയിനാണ് ഇത്തീരിയം. അപ്പോൾ ഇത്തീരിയത്തിൻ്റെ നമ്മൾ സമ്മറി നോക്കുവാണെങ്കിൽ നമുക്ക് 1 ഇയറിൽ നമുക്ക് ഇത്തീരിയം 52% തന്നിട്ടുണ്ട്. നമുക്ക് 5 വർഷമാണെങ്കിൽ നമുക്ക് 3032% തന്നിട്ടുണ്ട്. നമുക്ക് ഓൾ ടൈമിലാണെങ്കിൽ നമുക്ക് 2372% തന്നിട്ടുണ്ട്. ഏകദേശം 2016 കാലഘട്ടം തൊട്ട് 16-17 കാലഘട്ടം തൊട്ട് ഈ ഒരു ടൈം വരെ ഇത്രയും അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ ഇത്തീരിയവും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല റിട്ടേൺ കിട്ടുന്നുണ്ട്. അതിലും മികച്ച റിട്ടേൺ നമുക്ക് ക്രിപ്റ്റോ വേൾഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാ കോയിൻസും ഇതുപോലെ തന്നെ റിട്ടേൺ തന്നിട്ടുണ്ടോ? ഇല്ല, ചില കോയിൻസ്. അപ്പം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ 5000 കമ്പനീസാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ അകത്ത് കുറേ കമ്പനികൾ പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്രിപ്റ്റോ വേൾഡിലേക്ക് പോകുകയാണെങ്കിൽ ഒരു 20-25,000 കോയിൻസ് കാണാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് എല്ലാ കോയിൻസും ഇതുപോലെ റിട്ടേൺ തരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് റിസ്ക് കൂടുതലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പൊട്ടൻഷ്യലും കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതിന് വേണ്ടി ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഒരു കോയിനാണ്. 1 ഇയർ മുമ്പാണ് അത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ അതിൻ്റെ പ്രൈസ് താഴോട്ട് വന്ന് 69% നഷ്ടത്തിലാണ് ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഈ ഒരു കോയിൻ ഇപ്പം നിലവിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിപ്റ്റോ കറൻസിയിൽ നല്ല രീതിയിൽ ഒരു റിസ്ക് ഉണ്ട്. അതായത് എപ്പോൾ വേണേലും ഒരു ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്രിപ്റ്റോ കറൻസി തകർന്ന് താഴോട്ട് വരാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇപ്പോൾ റിസ്ക് ഉള്ള ഫീൽഡാണ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടൈം റിവാർഡ് കിട്ടാൻ പൊട്ടൻഷ്യൽ ഉള്ള ഫീൽഡാണ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഇനി നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ടോട്ടലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ നമ്മൾ ടോട്ടലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപ നമ്മൾ ടോട്ടലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ അതിൻ്റെ അത് നമുക്ക് കുറച്ച് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, കുറച്ച് ETF-കളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, കുറച്ച് റിയൽ എസ്റ്റേറ്റ്, കുറച്ച് ബോൺസ്, കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള നല്ല സ്ട്രെങ്ത് ഉള്ള ലാർജ് ക്യാപ് സ്റ്റോക്സ്, അതുപോലെ തന്നെ കുറച്ച് ഗ്രോത്ത് ഉള്ള സ്റ്റോക്സ്, ഇൻ്റർനാഷണൽ സ്റ്റോക്സ്, ഇങ്ങനെ ഒരു ഡൈവേഴ്സിഫൈ ചെയ്ത് നമുക്ക് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്. ഓക്കെ, അത് നമ്മുടെ എൻ്റയർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്ത് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അത് ചിലർക്ക് ETF താല്പര്യമില്ലെങ്കിൽ അവർക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇതാടാം. ഞാനിത് പറയാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ റിസ്ക് കുറയുന്നു, കൺസിസ്റ്റൻറ്റ് റിട്ടേൺ കിട്ടുന്നു, പൊട്ടൻഷ്യൽ ഫോർ ഹയർ റിട്ടേൺസ് കിട്ടുന്നുണ്ട്, ഹെഡ്ജ് അഗൈൻസ്റ്റ് ഇൻഫ്ലേഷൻ, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്രിപ്റ്റോ കറൻസി വേണമെങ്കിൽ നമുക്ക് ഈ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാം ലോങ് ടൈമിൽ. അപ്പം ഒരു പക്ഷേ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്നുള്ളവരാണെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. നമ്മൾ ഇങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് ക്രിപ്റ്റോ കറൻസിയുടെ ഒരു പോർഷനും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ പേഴ്സണലി ഒരു 10% ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ക്രിപ്റ്റോ കറൻസി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരിക്കൽ ഒരുപക്ഷേ ഈ 30% വേണമെങ്കിൽ ഇവിടുത്തെ ഒരു 10% നമുക്ക് ക്രിപ്റ്റോ കറൻസിക്ക് വേണ്ടി മാറ്റി വെക്കാം. അല്ലെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് 15% എടുത്തിട്ട് ഇതിൻ്റെ അകത്തെ 5%, അതുപോലെ തന്നെ നമുക്ക് സ്റ്റേബിൾ സ്റ്റോക്കിൻ്റെ അകത്തെ 5% എടുത്ത് വേണമെങ്കിൽ 10% നമുക്ക് ക്രിപ്റ്റോ കറൻസിക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ടുള്ള നമ്മുടെ ഈ ഒരു പോർട്ട്ഫോളിയോയുടെ 10% കൂടുതൽ ഒരിക്കലും ക്രിപ്റ്റോ വേൾഡിലേക്ക് ഇടാതിരിക്കുന്നതായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സേഫ്. അപ്പോൾ
നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പൊട്ടൻഷ്യൽ ഫോർ ഹയർ റിട്ടേൺ നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ വാല്യൂ കൂട്ടാനുള്ള അത് ഹെൽപ്പ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ടോട്ടലായിട്ട് നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നല്ല ചെയ്യാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. FDയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിനൊപ്പം തന്നെ ചെറിയൊരു പോർഷൻ മാത്രം ക്രിപ്റ്റോ കറൻസിയിൽ ഇടുക. റിസ്ക് കൂടുതലാണ്, അതുപോലെ തന്നെ റിവാർഡ് കിട്ടാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ക്രിപ്റ്റോ കറൻസിയിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ FIU രജിസ്റ്റേർഡ് ആയിട്ടുള്ള നമുക്കൊരു പ്ലാറ്റ്ഫോം വേണം. അതിൻ്റെ പേരാണ് CoinDCX. ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതായത് CoinDCXൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ലീഗലായിട്ട് അപ്രൂവ് ചെയ്ത പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ 1.5 കോടിയിലധികം ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ P2P ട്രാൻസാക്ഷൻ്റെ ഒരു കാര്യമില്ല. നേരിട്ട് നമ്മുടെ പ്രൊഫൈൽ സെക്ഷനിൽ ഫണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരിട്ട് ഡിപ്പോസിറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് ഫോൺപേ ഉപയോഗിച്ച് നമുക്ക് എത്ര എമൗണ്ട് വേണേലും സിംഗിൾ ക്ലിക്കിൽ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എപ്പോൾ വേണേലും വിഡ്രോ ചെയ്യാം. ജസ്റ്റ് വിഡ്രോ INR എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് എത്ര എമൗണ്ടാണ് വിഡ്രോ ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. അതായത് സിമ്പിളായിട്ട് നമ്മൾ നോർമലായിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ INR എമൗണ്ട് നേരെ ഇന്ത്യൻ മണി നേരെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യാം. ഇന്ത്യൻ മണി സിംഗിൾ ക്ലിക്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനും ഈ CoinDCX തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതെന്നുള്ള വീഡിയോയും താഴെയുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വെൽക്കം ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും, ഒരു വൗച്ചർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി ഞാൻ. അപ്പോൾ നമ്മൾ അങ്ങനെ CoinDCXൻ്റെ പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് കോയിൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് കോയിൻസ് നമുക്ക് പല രീതിയിലുള്ള ഒരുപാട് കോയിൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷൻ വരും. അപ്പോൾ നമുക്കിവിടെ താഴെ എക്സ്പ്ലോർ 500 കോയിൻസ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോ കാറ്റഗറി വൈസ് ആയിട്ട് കിട്ടും. ഇവിടെ ട്രെൻഡിങ് നൗ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കോയിൻസ് കിട്ടും, മോസ്റ്റ് ട്രേഡഡ് കോയിൻസ് കിട്ടും. നമുക്ക് ഇതൊന്നും അല്ല വേണ്ടത്, നമുക്ക് ലാർജ് ക്യാപ് കോയിൻസ് ആണ് നമ്മൾ പിടിക്കേണ്ടത്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുമ്പോഴത്തേനും നമുക്ക് $10 ബില്യൺ അധികം മാർക്കറ്റ് ക്യാപിറ്റലുള്ള കോയിൻസ് 1 by 1 ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതേതൊക്കെയാണ്? ബിറ്റ്കോയിൻ, ഇത്തീരിയം, ബിനാൻസ് കോയിൻ, സോളാന, റിപ്പിൾ, USD കോയിൻ, ടെതർ, കാർഡാനോ, ഡോഗി. അപ്പോൾ ഇത്രയും കോയിൻസാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലുള്ള കോയിൻസ്. അപ്പോൾ നമ്മൾ ബിറ്റ്കോയിനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ടോട്ടലായിട്ട് 1,77,4,867 കോടി രൂപയാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ. ഇത് റാങ്ക് 1 വരുന്ന കോയിനാണ്. അതുപോലെ തന്നെ 57% ടോട്ടൽ ക്രിപ്റ്റോ കറൻസി വേൾഡിൽ 57% ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലാണ് ഉള്ളത്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു 10,000 രൂപയാണ് നമ്മൾ ഒരു വർഷം മുമ്പ് ഇട്ടിരുന്നതെങ്കിൽ അത് ഇപ്പം നമുക്ക് 23,000 വന്നേനെ, അതായത് 137% കിട്ടിയേനെ. അതല്ല, ഇപ്പോൾ 2 വർഷം മുമ്പാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ നമുക്ക് ഏകദേശം 1,149%, 3 വർഷം മുമ്പാണെങ്കിൽ നമുക്ക് 348%. അപ്പോൾ നമുക്ക് 2 വർഷം 3 വർഷവും തമ്മിലൊരു ഗ്യാപ്പ് കണ്ടോ? 2 വർഷം മുമ്പാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ എന്താണ് നമുക്ക് 1100% നമുക്ക് റിട്ടേൺ കിട്ടിയത്. 3 വർഷം മുമ്പാണെങ്കിൽ 348. അതിൻ്റെ അർത്ഥം എന്നാ? നമുക്ക് ഇവിടെ ചാർട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഓൾ ടൈമിൽ ഇത് കണ്ടോ, ഇങ്ങനെയുള്ള ഫീൽഡിൽ ഇത് കണ്ടോ, നമുക്ക് 2 വർഷം മുമ്പ് നമുക്ക് ഇങ്ങനെയുള്ള ഡിപ്പ് കിട്ടുന്നുണ്ടായിരുന്നു. അതേസമയത്ത് 3 വർഷം മുമ്പ് എത്രയാണ്? ഇത് മുകളിലാണ് നിന്ന്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഡിപ്പ് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ വിലക്കുറവ് കിട്ടുന്ന സമയത്താണ് നമ്മൾ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ എപ്പോഴാണ്? ഏകദേശം ഓൾ ടൈം ഹൈയിലാണ് ക്രിപ്റ്റോ കറൻസി ബിറ്റ്കോയിൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയത്തില്ല ഇനി ഈ ബിറ്റ്കോയിൻ ഇനി മുകളിലേക്ക് പോകുമോ അതെയോ അത് താഴോട്ട് വരുമോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ബിറ്റ്കോയിൻ, ഇത്തീരിയം, ബിനാൻസ്, സൊളാന, റിപ്പിൾ ഇങ്ങനെയുള്ള കോയിൻസിൻ്റെ ഒന്നും നമുക്ക് ചാർട്ട് ഇനി മുകളിലേക്ക് പോകുക താഴോട്ട് പോകണമെന്ന് ഒന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമ്മൾ ടോട്ടലായിട്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് നമ്മൾ ഒരു 10 ലക്ഷം രൂപയാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ടിൽ, റിയൽ എസ്റ്റേറ്റിൽ എല്ലാം കൂടി ETF, ഗ്രോത്ത് സ്റ്റോക്ക്, അതുപോലെ തന്നെ നമുക്ക് എല്ലാ രീതിയിലും നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇതിൻ്റെ അകത്ത് എല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി 10 ലക്ഷം രൂപയാണ് നമ്മൾ മാറ്റി വെക്കുന്നതെങ്കിൽ അതിൻ്റെ 10% 1 ലക്ഷം രൂപ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ടോട്ടൽ ക്രിപ്റ്റോ കറൻസിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ ക്രിപ്റ്റോ കറൻസിയിലേക്ക് നമ്മൾ 1 ലക്ഷം രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നതെങ്കിൽ ഒന്നിച്ചാണോ നമ്മൾ 1 ലക്ഷം രൂപ ബിറ്റ്കോയിനിലേക്ക് ഇടുന്നത്? അല്ല, മറിച്ച് നമുക്ക് ആദ്യ ഭാഗമായിട്ട് നമുക്കൊരു 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ നമുക്ക് ടോട്ടലായിട്ട് ഇതിൻ്റെ അകത്തിട്ട് 1,000 രൂപ ഇടാം, ഇതിൻ്റെ അകത്തിട്ട് വേണമെങ്കിൽ 2,000 രൂപ ഇടാം, ഇതിൻ്റെ അകത്ത് 2,000 രൂപ ഇടാം, 1,000 രൂപ ഇടാം, 2,000, 1,000, 2,000, 1,000 ഇങ്ങനെ പറഞ്ഞ് നമുക്കൊരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഒരു 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ ഈ ഒരു കോയിൻസിലേക്ക് ഇടാം. നമ്മുടെ ടോട്ടൽ 1 ലക്ഷം രൂപയാണ് ക്രിപ്റ്റോ വേൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു 10,000 അല്ലെങ്കിൽ 15,000 അല്ലെങ്കിൽ 20,000 രൂപ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു കോയിൻസ്
അത് മുകളിലേക്കാണ് ഈ ബിറ്റ് കോയിൻ പെർഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നമുക്ക് 20,000 രൂപ നമ്മൾ ഇട്ടിട്ട് അത് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ പൊക്കോട്ടെ. അതല്ല ബിറ്റ് കോയിൻ താഴോട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് പതുക്കെ ഒരു പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും നമുക്കൊരു 1,000 രൂപ 2,000 രൂപ ഇട്ട് പതുക്കെ ഓരോ കോയിൻസും നമുക്ക് ഈ ഒരു കോയിൻ താഴോട്ടാണ് വരുന്നതെങ്കിൽ കുറേശ്ശെ വെച്ച് ആവറേജ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരുപക്ഷേ 20,000 എന്നുള്ളത് 30,000-ലേക്ക് 40,000-ലേക്ക് പോയി അവിടെ നിന്ന് ചിലപ്പോൾ ഈ ഒരു കോയിൻസ് ഒക്കെ റിവേഴ്സ് ആകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് നമ്മൾ 1 ലക്ഷം രൂപ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും ടോട്ടലായിട്ട് നമ്മൾ ക്രിപ്റ്റോ വേൾഡിലേക്ക് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒരുപക്ഷേ ഇൻവെസ്റ്റ് ആകണമെന്നില്ല. ഒരുപക്ഷേ 30,000 35,000 40,000 ഈ കോയിൻസ് എല്ലാം ആവറേജ് ചെയ്ത് ഒരു താഴോട്ട് വരുന്ന പോർഷനിൽ അവിടെ വെച്ച് നമുക്ക് നല്ല വിലക്കുറവിൽ ഈ കോയിൻസ് ഒക്കെ കിട്ടും. അതിനുശേഷം ഒരുപക്ഷേ ഇത് അവിടെ നിന്ന് പെർഫോം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ കിട്ടും. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് 1-2 കോയിൻസും കൂടെ എടുത്ത് നോക്കാം. നമുക്ക് ഇത്തിരി എടുത്തിട്ടുണ്ട്. നമുക്ക് 1 ഇയർ മുമ്പാണെങ്കിൽ നമുക്ക് 55% കിട്ടിയേനെ, 2 ഇയർ മുമ്പാണെങ്കിൽ 202% കിട്ടിയേനെ, 3 ഇയർ മുമ്പാണെങ്കിൽ നമുക്ക് റിട്ടേൺ ഒന്നും കിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഇതിൻ്റെ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം. ചാർട്ട് നോക്കി കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെയുള്ള ഡിപ്പ് നമ്മൾ പിടിക്കണമായിരുന്നു. കണ്ടോ? ഇപ്പോൾ 2 ഇയർ മുമ്പ് ഈ ഒരു ഡിപ്പിലാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത് ഇത്തിരിയത്തിൽ. ഇപ്പോൾ എന്താണ്? ഓൾ ടൈം ഹൈയിലാണ്. അപ്പോൾ നമുക്ക് എന്താണ്? ഇവിടെ ഒരു ചെറിയ പോർഷൻ നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. ടോട്ടലായിട്ട് നമ്മൾ ഇത്തിരിയത്തിൽ 10,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ ഈ ഒരു പോയിന്റിൽ നമ്മളൊരു 2,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അത് താഴോട്ട് വരുവാണെങ്കിൽ ഇവിടെ വീണ്ടും 2,000 ഇട്ട്, വീണ്ടും അത് താഴോട്ട് വരുവാണെങ്കിൽ അത് വീണ്ടും 2,000 ഇട്ട്, വീണ്ടും താഴോട്ട് വരുവാണെങ്കിൽ 2,000 ഇട്ട്, വീണ്ടും താഴോട്ട് വരുവാണെങ്കിൽ 2,000 ഇട്ട്, ഇങ്ങനെ ഒരു വാല്യൂവിൽ നമുക്ക് അത് പിടിച്ചെടുത്ത് വെക്കാം. അതിനുശേഷം അത് മുകളിലേക്ക് പോയി കഴിഞ്ഞാലും ഓക്കെ, താഴോട്ട് പോയി കഴിഞ്ഞാലും ഓക്കെ, നമ്മൾ ആ ഒരു വറി ചെയ്യേണ്ട കാര്യമില്ല. നമ്മളത് റിസ്ക് എടുക്കാൻ തയ്യാറാണ്. നമ്മൾ അതിൻ്റെ അകത്ത് ഇത്തീരിയം എന്ന് പറഞ്ഞ ആ ഒരു കോയിനിൽ നമ്മൾ 10,000 രൂപയ്ക്ക് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. ഒരുപക്ഷേ അത് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ നമുക്ക് ക്രിപ്റ്റോ വേൾഡ് തരാൻ പോസിബിലിറ്റി ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മൾ ടോട്ടലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ 10% താഴെ ക്യാപിറ്റൽ മാത്രം ക്രിപ്റ്റോ വേൾഡിലേക്ക് ഇടുക. അതും ക്രിപ്റ്റോ വേൾഡിലേക്ക് വരുമ്പോഴത്തേനും ഒന്നിച്ച് എമൗണ്ട് ഇടാതെ പല കോയിൻസിൽ ഏറ്റവും ലാർജ് ക്യാപിറ്റൽ ആയിട്ടുള്ള ഒരു 5, 6, 7, 8, 9, 10 കോയിൻസ് പിടിച്ചതിന് ശേഷം അതിൻ്റെ അത് മാത്രം ഇടുക. അതും ഓരോ ഘട്ടമായിട്ട് ആവറേജ് ചെയ്ത് ഇടുക. SIP രൂപത്തിലിടുക. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ആ ഒരു എമൗണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയി കഴിഞ്ഞാൽ അത് വിട്ട് കൊടുത്തേക്കുക. അത് നല്ല രീതിയിൽ പെർഫോം ഇൻ കേസ് ഫ്യൂച്ചറിൽ ക്രിപ്റ്റോ വേൾഡ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് ലഭിക്കും. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ നമ്മുടെ ബാക്കിയുള്ള ടോട്ടൽ പോർട്ട്ഫോളിയോ വാല്യൂവിനെ നല്ല രീതിയിൽ ഒരു ഹയർ റിട്ടേണിലേക്ക് കൊണ്ടുപോകാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹയർ റിസ്ക് ഉണ്ട്, ഹയർ റിട്ടേൺ തരാനുള്ള പൊട്ടൻഷ്യലും ഉള്ള ഒരു ഫീൽഡാണ് ബിറ്റ് കോയിൻ ക്രിപ്റ്റോ കറൻസി. അപ്പോൾ ഞാൻ ലാർജ് ക്യാപ് സ്റ്റോക്ക് എന്തുകൊണ്ടാണ് ലാർജ് ക്യാപ്പ് പിടിക്കാൻ പറഞ്ഞത് എന്താണ്? നമുക്ക് റിസ്ക് അവിടെ ഇച്ചിരി കുറയ്ക്കാൻ വേണ്ടിയാണ്. നമുക്ക് പുതിയ ഏതെങ്കിലും ട്രെൻഡിങ് കോയിൻസ് നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് ചെറിയ പോർഷൻസ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് പിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ റെക്കമെൻഡേഷനോ ഒന്നുമല്ല. ഞാൻ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. നല്ലൊരു മെത്തേഡ് അത് നിങ്ങളെ പറഞ്ഞു തരിക, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് പറഞ്ഞു തരിക എന്നുള്ള ഉദ്ദേശത്തിലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കോയിൻ DCXൻ്റെ ഞാൻ ഡിസ്കസ് ചെയ്തു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ യൂസ് ചെയ്യാം. ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടി നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഉണ്ട്. ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള വീഡിയോ ഉണ്ട്. കണ്ട് മനസ്സിലാക്കി അക്കൗണ്ട് ഓപ്പൺ ആക്കാനും എല്ലാം പറ്റുന്നതായിരിക്കും. 5 മിനിറ്റ് മതി അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ വേണ്ടി. നിസ്സാരമായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം മതി. അതിനുശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വെൽക്കം റിവാർഡ് നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതെങ്കിൽ കിട്ടും. അപ്പോൾ താങ്ക് യു. ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഓക്കെ.